ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു വെട്ടുകേക്കിൻ്റെ വീഡിയോ ആണ് ഇടണത്. അപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് വെട്ടുകേക്കിന്, ഒരു ബൾക്ക് ഓർഡർ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഇടാനാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ റവ വേണം, മൈദ വേണം, മുട്ട വേണം, പഞ്ചസാര വേണം, പിന്നെ യോഗട്ട് അല്ലെങ്കിൽ സാധാ തൈരായാലും മതി. അത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതിട്ടാൽ ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് മുട്ട, പിന്നെ മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പിന്നെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, മണമില്ലാത്ത ഏതും. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന്. അത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. മുട്ട ഒരു കപ്പ് പൊടിക്ക് 2 മുട്ട എന്ന് കണക്കാക്കി. ഞാനിപ്പോൾ 2 കിലോ മൈദക്കാണ് ചെയ്യണത്. അപ്പോൾ അതനുസരിച്ചുള്ള എമൗണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2 കിലോ മൈദക്കാവുമ്പോൾ ഒരു 16 മുട്ടയൊക്കെ വേണ്ടി വരും, വലിയ മുട്ടയാണെങ്കിൽ. ചെറുതാണെങ്കിൽ 18 എണ്ണം വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ ഇപ്പോൾ റവ, മൈദ, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആ 2 കിലോ മൈദക്ക് അനുസരിച്ചുള്ള, അപ്പോൾ ഒരു കപ്പിന് 1/4 കപ്പ് റവ കണക്കാക്കി ഞാൻ ഒരു 12 കപ്പ് ഉണ്ടാവും 2 കിലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൈദയും റവയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പഞ്ചസാര പൊടിക്കണം. അപ്പോൾ പഞ്ചസാര ഒരു കപ്പിന് 1/2 കപ്പ് പഞ്ചസാര കണക്കാക്കി ആ എമൗണ്ടിനനുസരിച്ചുള്ള പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 4 കപ്പ് പഞ്ചസാര. അത് ആദ്യം പൊടിച്ച് മാറ്റുക. എന്നിട്ട് അതായത് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല, അധികം എമൗണ്ട് ഉള്ളതുകൊണ്ട് 2 തവണയായിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം പകുതി പഞ്ചസാര ഏലക്ക ഇട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ആദ്യം 8 മുട്ട പൊട്ടിച്ചൊഴിച്ച് മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഇട്ട് അടിച്ചെടുത്തിട്ട് അതൊഴിച്ചിട്ട് അങ്ങനെ 2 തവണ ആയിട്ട് അടിച്ചെടുത്ത് റവയിലേക്ക് ഒഴിക്കും. അതിനുശേഷം ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് കൂട്ടി, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഴക്കാൻ. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ച് നന്നായിട്ട് കൂട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ച് കുഴച്ചെടുക്കാം. വെള്ളം അധികം ആകാനും പാടില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ മുട്ടയുടെ കൂട്ടുകൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂട്ടി കുഴച്ചെടുത്തിട്ട് പോരെങ്കിൽ ആ മൈദ കൂടി ഇട്ട് നന്നായിട്ട് ബട്ടറും ചേർത്ത്, അതായത് എൻ്റെ അടുത്ത് ബട്ടർ ഉണ്ടായതുകൊണ്ട് ഞാൻ ബട്ടർ, അല്ലെങ്കിൽ നെയ്യ് ഒരു സ്പൂൺ, ഒരു കപ്പിന് ഒരു 1/2 സ്പൂൺ കണക്കാക്കി. അപ്പം ഞാൻ ഇതിനകത്തൊരു 3-4 സ്പൂണുകൾ ഉണ്ടാവും ബട്ടർ. അതിട്ടുണ്ട് ഞാൻ കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വെള്ളം അധികം ആകാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല. ആ രീതിയിൽ കണ്ട ഇപ്പോൾ മാവിൻ്റെ പരുവം കണ്ട അത് അനുസരിച്ച് കുഴച്ച് വെക്കുക. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് കുഴക്കണത്. കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നന്നായിട്ട് കുഴച്ച് ഒരു കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മൂടി വെക്കാം നമുക്ക്. എന്നാലേ അത് നന്നായിട്ട് സോഫ്റ്റ് ആകുള്ളൂ ഉള്ളു. അപ്പോൾ ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഡ്രൈ ആയി വരും. ശരിക്കും മാവ് ഡ്രൈ ആയിരിക്കണം, വെള്ളം അധികം ആകാൻ പാടില്ല. അതിനുശേഷം എടുത്ത് ഇതുപോലെ ഉരുട്ടി നമുക്ക് മുറിച്ചെടുക്കണം ഒരളവിന്. വലുതാണെങ്കിൽ വലുത്, നമുക്ക് ചെറുതാണെങ്കിൽ ചെറുതനുസരിച്ച് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് ഇപ്പം മുറിച്ചെടുത്തിട്ട് ഒരു ചെറിയ, ഒരുപാട് വലുതും അല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്ത രീതിയിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ വലിയ എമൗണ്ടിൽ ഉണ്ടാക്കണോണ്ട് എനിക്ക് ഇച്ചിരി അധികം വേണം. അപ്പം അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമുക്കതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കോണാകൃതിയിൽ, ഡയമണ്ട് ആകൃതിയിലും വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്ത് ആദ്യം വെക്കുക. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാൻ കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായി പോകരുത്, അല്ലെങ്കിൽ ഇത് വേഗില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഇത് ഓരോന്ന് പിറക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് തിരിച്ചു മറിച്ച് വിട്ട് ആദ്യം ഇത് അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം വേണം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലോണം വേവിച്ചെടുക്കണം.
ഈ കളറിൽ ആകുന്നവരെ, അതായത് ബ്രൗൺ കളറാണ് വരെ 2 വശവും തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കോരിയെടുക്കുക. ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയും നല്ല ഉള്ളു സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ പറയാൻ മടിക്കരുത്. താങ്ക് യു.